എറണാകുളം ജില്ലയിലെ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് MS ആണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്. ഏഴിക്കര ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സവിശേഷമായൊരു ഭൂപ്രകൃതിയാണ് ഏഴിക്കര പഞ്ചായത്തിൻ്റെത്. കായലും അതുപോലെ തന്നെ ജലാശയങ്ങളും നിരവധിയുള്ള ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ മത്സ്യകൃഷി അതുപോലെ തന്നെ പൊക്കാളി കൃഷി മുതലായ മേഖലകളിൽ വലിയ വിജയം കണ്ടെത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രതീഷ് MS നമ്മളോടൊപ്പമുണ്ട്. ഈ പഞ്ചായത്തിൽ ഈ ഒരു കാലയളവിൽ തങ്ങളുടെ ഒരു ഭരണ കാലയളവിൽ നടത്തിയ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഇടുക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ്. എന്റെ പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുന്നത് എന്റെ പഞ്ചായത്ത് ഒരു 9 കിലോമീറ്റർ നീളത്തിൽ 350 മീറ്റർ വീതിയിലാണുള്ളത്. അതിലെ 3 പുഴകളും വീരൻപുഴ, കോട്ടയം കൊല്ലം ജലപാത, കൊട്ടുള്ളി ചാത്തനാട് തോട്, ഇങ്ങനെ 3 പുഴകളാൽ ചുറ്റപ്പെട്ട ദ്വീപായിട്ടുള്ള ഒരു പഞ്ചായത്താണ്. വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ നമ്മുടെ സാധാരണക്കാരാണ്. തികച്ചും മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്നവരാണ് ഇവിടെ. 80% കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളി കർഷക തൊഴിലാളി കുടുംബങ്ങളാണ്. അപ്പൊ അങ്ങനെ പോകുന്നൊരു സാധാരണ സാമ്പത്തികമായിട്ട് വളരെ വലിയ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ്. എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തില് വീടുകളും എല്ലാം പണിതിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് CRZ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പഞ്ചായത്താണ്. ഉപ്പുവെള്ളം കയറുന്ന വേലിയേറ്റം കയറുന്ന എല്ലാം 50 മീറ്റർ മാറിയിട്ട് നമുക്കൊരു വീടൊക്കെ വെക്കാൻ പറ്റുള്ളൂ, വ്യവസായ സംരംഭം തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നം നിൽക്കുന്ന ഒരു പഞ്ചായത്തിനെ നമ്മളിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു വികസനം സ്വപ്നം കാണുന്നതാണ്. പൊക്കാളിപ്പാടങ്ങളും മത്സ്യകൃഷിയും എല്ലാം വെച്ചുകൊണ്ട് സർക്കാർ നമ്മുടെ പഞ്ചായത്തിന് ഉത്തരവാദിത്ത ടൂറിസമായിട്ട് ഏറ്റെടുത്തു. അത് വെച്ച് നമ്മൾ പഞ്ചായത്തിലെ ജനങ്ങളെ ഇവിടുന്ന് കുറച്ച് ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ കാർഷിക മേഖലയിലും മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ അവരെല്ലാം ചെറുപ്പക്കാര് ഏറ്റവും നാട് വിടുന്ന ഒരു മേഖലയായിട്ട് എഴുതിക്കലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഉള്ളവരെ അല്ലെങ്കിലും ഇവിടെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുകയാണ്. അല്ലെങ്കിൽ ഏഴിക്കൽ ഒരു വയോജനങ്ങളുടെ നാടായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒന്ന്, ഞങ്ങളുടെ ഇവിടെയുള്ള അവർക്ക് തണലായി അവരെ മക്കളുണ്ടാവണം, അവരുടെ എല്ലാവരും ഇവിടെ ഉണ്ടാവണം എന്ന ലക്ഷ്യം. അത് ഇവിടെ തന്നെ നിലനിർത്തുന്ന പദ്ധതിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രതീഷ്, ഇത്തരത്തിൽ ഉപ്പുവെള്ളം കയറുന്നതും അതുപോലെ തന്നെ വേലിയേറ്റവും പഞ്ചായത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്നാണ്. പൊക്കാളി കൃഷിയും അതുപോലെ തന്നെ ശുദ്ധജല മത്സ്യങ്ങൾ ആണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ മത്സ്യകൃഷിയും അടക്കമുള്ള കാര്യങ്ങളെ ഈ ഉപ്പുവെള്ളം കയറുന്നതും അതുപോലെ തന്നെ വേലിയേറ്റവും ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, വീടുകൾ വാസയോഗ്യമല്ലാതായി പോകുന്നതും കുട്ടികൾ സ്കൂളിൽ പോകുന്നതും അടക്കമുള്ള കാര്യങ്ങളെയെല്ലാം ഈ വേലിയേറ്റം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാമാണ് പഞ്ചായത്ത് സ്വീകരിച്ചു വരുന്ന നടപടികൾ? ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചായത്തിന് ഒറ്റക്ക് ഇത്രയും വലിയ 9 കിലോമീറ്റർ നീളത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന 3 തോടുകളുള്ളപ്പോൾ നമുക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാരിന്റെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചേക്കാണ്. ഏഴിക്കര പഞ്ചായത്തിനെ ഇതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ സഹായത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, KLDC, അങ്ങനെ പല എല്ലാവർക്കും, MLA, മുഖ്യമന്ത്രി. ഞങ്ങളുടെ ആളുകൾ ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ്, കർഷകരാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിനും സംസ്കരണത്തിനും കൂടി വലിയ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിരവധി നടത്തുന്ന പഞ്ചായത്ത് കൂടിയാണ് ഏഴിക്കര. ഏതാണ്ട് 30 കിലോമീറ്ററോളം നീളത്തിൽ 350 മീറ്ററോളം വീതിയിൽ ഒരു ദ്വീപിന് സമാനമായ ഭൂപ്രകൃതിയാണ് ഏഴിക്കര പഞ്ചായത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ മാലിന്യ നിർമ്മാർജ്ജനം അതുപോലെ തന്നെ ജലാശയങ്ങൾ ശുദ്ധമായി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ചും വേനൽക്കാലം എല്ലാം എത്തുമ്പോൾ കുടിവെള്ള സ്രോതസ്സുകൾ പരമാവധി നിലനിർത്തേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുടിവെള്ള സ്രോതസ്സുകളുടെയും അല്ലാതെ തന്നെ പഞ്ചായത്തിന്റെ മൊത്തത്തിലുമുള്ള മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും ബന്ധപ്പെട്ട് നടത്തിവരുന്ന പദ്ധതികൾ എന്തെല്ലാമാണ്? കുടിവെള്ളം നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ചോര പദ്ധതി വഴി കുടിവെള്ളം നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നുണ്ടെങ്കിൽ ഇപ്പോഴും കായലൊക്കെ ശുദ്ധമായ വെള്ളം നമുക്ക് എപ്പോഴും വെള്ളം പ്രശ്നം തന്നെയാണ് നമുക്ക്. അപ്പൊ നമ്മൾ ചോര പദ്ധതിയായിട്ട് വെള്ളം ഇവിടെയുണ്ട്, പൈപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കുന്ന എല്ലാവരും. പക്ഷെ നമുക്കുള്ള മാലിന്യ സംസ്കരണം നമ്മൾ ഉത്തരവാദിത്ത ടൂറിസമായിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്കും പഞ്ചായത്തിൽ തോടുകളാണ് നമ്മൾ നവീകരിച്ചത്. ഏഴിക്കരെ കാണാൻ ഇപ്പോഴും പ്രകൃതി രമണീയമാണ്. ഒരു കൈകടത്തലും പ്രകൃതിയെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അതിനെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ഒരു 350ഓളം വീടുകളിൽ ടോയ്ലറ്റ്
വീട്ടിലെ വേസ്റ്റുകൾ വെള്ളം തോട്ടിലേക്ക് വിടുന്നത്. അവർക്കെല്ലാം നമ്മൾ ആദ്യ നടപടി ഉത്തരവാദിത്ത ടൂറിസമായിട്ട് ചെയ്തത് അവർക്കെല്ലാം നമ്മൾ സർക്കാരിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 15,000 രൂപ കൊടുത്ത് ആ ടോയ്ലറ്റുകൾക്കെല്ലാം ടാങ്ക് വെച്ച് കൊടുത്ത് അതാണ് ഞങ്ങൾ ഫസ്റ്റ് ടൂറിസമായിട്ട് ചെയ്തത്. ഞാൻ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ വഞ്ചിക്ക് ആ കായലിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കായൽ ടൂറിസമാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത് നമ്മുടെ എല്ലാ ടോയ്ലറ്റുകളും അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഒഴിവാക്കുന്ന പദ്ധതി ചെയ്തു. അങ്ങനെ ഒരു 300ഓളം വീടുകൾക്ക് ഇപ്പൊ ടോയ്ലറ്റ് നമുക്ക് കൊടുത്തു. തോട്ടിലേക്ക് വെച്ചവർക്ക് മാത്രമാണ് ഏറ്റവും മുൻഗണന കൊടുത്തത്. അതൊന്ന്. പിന്നെ കായലില് ഞങ്ങള് വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്നുള്ള ലെവലിൽ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് ഞാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങൾ ഈ മാസം കയറ്റിവിട്ടത് 14,000 കിലോളം ബാഗ് ചെരുപ്പ് ഞങ്ങൾ എല്ലാ മാസവും വ്യത്യസ്തമായിട്ട് പഞ്ചായത്തിലെ മാലിന്യങ്ങൾ എടുക്കുന്നതിൽ ക്ലീൻ കേരള സർക്കാരിന്റെ ക്ലീൻ കേരള കമ്പനിയായിട്ട് അത് വ്യത്യസ്തമായിട്ട് ഏറ്റവും നല്ലതിന് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് എല്ലാ മെമ്പർമാരും ഹരിതകർമ്മസേനയും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഏറ്റവും ആക്റ്റീവായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് ഏറ്റവും പരമാവധി ഞങ്ങൾ സാമ്പത്തികത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ലതിന് മാലിന്യം ഞങ്ങളുടെ ലക്ഷ്യം ഉത്തരവാദിത്ത ടൂറിസം തന്നെയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് ആളുകൾ ഇപ്പൊ പണ്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ആകെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. ഇപ്പൊ 10-15ഓളം ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്ത് അതും കൊണ്ട് ജീവിക്കുന്ന ഒരു അത് കുറെ ഗുണം പറഞ്ഞാൽ കർഷകർക്ക് ഗുണമാണ്. അവരെ മത്സ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് കുടുംബശ്രീകൾക്ക് ഗുണമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ രീതിയിൽ നമ്മൾ അവിടെ ഒരു പള്ളിയാക്കൽ ബാങ്ക് ഉണ്ട്. ആ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ ബാങ്കിന്റെ ഇടപെടൽ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മൾ പള്ളിയാക്കൽ ബാങ്ക് കേട്ടോ കേരളത്തിന്റെ ഏറ്റവും ജൈവ കാർഷിക മേഖല ബന്ധപ്പെടുന്ന ബാങ്കാണ് പള്ളിയാക്കൽ ബാങ്ക്. അവരും ഞങ്ങൾക്ക് കൈയോർത്തുകൊണ്ട് ഉത്തരവാദിത്ത ടൂറിസത്തിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങളെ ജനങ്ങൾ ഇവിടെ തെറിച്ചു പോകുന്നതിന് ചെറുപ്പക്കാർ പോകുന്നതിന് ഏറ്റവും അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന പദ്ധതിയാണ് ടൂറിസം. ആ ടൂറിസത്തിലേക്ക് ഞങ്ങൾ പഞ്ചായത്ത് പരമാവധി എല്ലാം അവരുടെ വീട് ഹോം സ്റ്റേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു കാണിച്ചുകൊണ്ട് അവിടെ കൃഷി കാണാൻ പറ്റുന്ന ഇഷ്ടംമാതിരി വിദ്യാർത്ഥികൾ പല വിദ്യാർത്ഥികളും ഈ ജൈവ കൃഷിയെ പറ്റി ഇങ്ങനത്തെ കൃഷിയെ പറ്റി പഠിക്കാൻ പറഞ്ഞാൽ യന്ത്രവൽകൃതമായിട്ട് ഒന്നും നടക്കില്ല. അപ്പൊ അതിന് അങ്ങനത്തെ രീതി പഠിക്കാൻ പല സ്ഥലത്തുനിന്നും പല പുറത്ത് വിദേശ രാജ്യങ്ങളിൽ വരെയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. കൃഷി ജൈവ കൃഷി ഒന്ന് ഞങ്ങളുടെ കൃഷിയുടെ പ്രത്യേകത ഒന്ന് മത്സ്യം നെല്ലിന് വളം മത്സ്യത്തിന് വളം അതിന്റെ ഒപ്പം അതിനകത്ത് ഒരു വളമോ വിഷം അടിച്ചാൽ ഇത് രണ്ടും നാളെ കരിഞ്ഞു പോകും. ഇനി ഇതിന്റെ ഒപ്പം തന്നെയാണ് നെല്ലിനൊപ്പം തന്നെയാണ് മത്സ്യം വളരുന്നത്. തികച്ചും ഇങ്ങനത്തെ ഒരു കൃഷി രീതിയെ ഇപ്പൊ ലോകത്ത് ഇല്ലാണ്ടായിക്കൊണ്ട് അപ്പൊ അത് ഞങ്ങൾ അത് കാണുന്നതിന് അങ്ങനത്തെ രീതിയിലായിരിക്കും. ഞങ്ങളുടെ നെല്ലിന്റെ അരിയുടെ വില 140 രൂപയാണ് പൊക്കാളി അരിയുടെ വില. അതെല്ലാം മാർക്കറ്റ് ചെയ്തുകൊണ്ട് കർഷകർക്ക് ഗുണമുണ്ടാക്കുന്ന രീതിയിൽ നിലവിൽ ഇനി വരും കാലയളവിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന ഭാവിയിലേക്ക് കരുതി വെക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ഭാവിയിലേക്കായി ആവിഷ്കരിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ അതെന്തെല്ലാമാണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ തുടങ്ങിയതല്ലോ ഞങ്ങൾ ഭരണസമിതി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലുത് ഞാൻ പഠിച്ച സ്കൂൾ ഞങ്ങൾ വാടക കെട്ടിടത്തിലായിരുന്നു. ഒരു റൂമിലായിരുന്നു 32ഓളം വിദ്യാർത്ഥികൾ. ഞങ്ങളുടെ ആ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം ഞങ്ങൾ ആ സ്കൂൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLA 65 ലക്ഷം രൂപ തന്ന് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള അങ്ങനെ പഠിച്ച സ്കൂളാക്കി മാറ്റി. അത് കഴിഞ്ഞപ്പോ അതിനുശേഷം ഞങ്ങൾ എല്ലാവർക്കും അവർക്ക് ഫണ്ട് വെച്ച് അവരുടെ കാര്യങ്ങൾക്ക് ഏറ്റവും മുൻതൂക്കം കൊടുത്തു. അപ്പൊ അവരെ ഏറ്റവും ഭൂമിയിൽ പരിഗണന കിട്ടുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ട് പഠിച്ച സ്കൂളിലെ അവരുടെ അച്ഛനമ്മമാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ അവർക്ക് അവരുടെ കാലശേഷം അവരുടെ മക്കളെങ്ങനെ ജീവിക്കുന്നുള്ളതാണ്. എന്റെ പഞ്ചായത്തിൽ തന്നെ എന്റെ വാർഡിൽ തന്നെ ഒരു അച്ഛൻ മകൾക്ക് മകളെ ഞാൻ പറയാൻ പാടില്ല വിഷം കൊടുത്തതിനു ശേഷം അച്ഛൻ തൂങ്ങി മരിക്കുന്ന അവസ്ഥ. അപ്പൊ അവരെ നമ്മളെ ഏറ്റവും കൂടുതൽ പരിഗണനത്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഏറ്റവും മുൻകൂട്ടി കൊടുക്കും. ഞങ്ങൾക്കൊരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആയുർവേദ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അത് വാടക കെട്ടില്ല. അതിപ്പോ നമ്മൾ സ്വന്തം കെട്ടത്തിലേക്ക് അടുത്ത ദിവസം തന്നെ മാറും. അങ്ങനെ ഞങ്ങൾ ആ രീതിയിൽ പിന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി വയോജന പാർക്കുകൾ പറഞ്ഞുണ്ടായി ജില്ലാ പഞ്ചായത്തായിട്ട് വയോജന പാർക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നമുക്ക് ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിക്കുന്ന ഒരു വയോജനങ്ങൾക്കൊരു ഇൻഷുറൻസ് വയോജനങ്ങളുടെ വീടുകളിൽ പോയി ടെസ്റ്റ് ചെയ്യുന്ന രീതി പദ്ധതികൾ നമ്മുടെ ആരോഗ്യ മേഖലയുടെ ആശാവർക്കർമാർ അവരെല്ലാം വീടുകളിൽ പോയി പ്രഷർ അത് സത്തറിലേക്ക് വരുന്നവർ ചിലപ്പോൾ 60-70 ആൾക്കാർ നമ്മുടെ വീടുകളിലേക്ക് വരില്ല. അപ്പൊ അവരെ വീടുകളിൽ ചെന്ന് നമ്മൾ പരിശോധിക്കും. പ്രഷർ നോക്കും, ഷുഗർ നോക്കും. അങ്ങനെ ഒരു പദ്ധതി വയോജന സൗഹൃദം ഏറ്റവും പരിഗണന കിട്ടേണ്ട ഒന്ന് വിഭാഗം. പിന്നെ ഞങ്ങളുടെ വിദ്യാലയങ്ങൾ ഇന്ന് ഏഴിഗ്രയിലെ എല്ലാ വിദ്യാലയങ്ങളും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഒന്നുകൂടി ഏറ്റവും പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഇടപെടലോടെ അതിന്റെ എല്ലാ സാങ്കേതികതയും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഏഴിക്കരെ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 7ഓളം റാങ്കുകൾ കിട്ടി. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ 10ാം ക്ലാസ് കുറെ അധികം കാലം മുൻപാണ് 10ാം ക്ലാസ് ഡിഗ്രിയോ പാസ്സാവുന്നവർ വളരെ ഇത് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഇഷ്ടമായ സാമ്പത്തികമാരൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ
കുറവായിരുന്നപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ റാങ്ക് മേടിക്കുന്ന വിദ്യാർത്ഥികൾ ഞങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം എല്ലാ മേഖലയും എന്തായാലും നമ്മൾ അങ്ങനെ മുന്നോട്ട് ഇത്തരത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. യുവജന സൗഹൃദമായ അതുപോലെ തന്നെ വയോജന സൗഹൃദമായ പഞ്ചായത്തായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നുള്ള ഭരണവും ഉചിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി രതീഷ്.